ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് നല്ല സുഖമല്ലേടോ, പനിയാണ് കേട്ടോ. അപ്പോഴ് ഒരു പാനിലോട്ട് 2 വഴുതനങ്ങയും ഒരു 2 മുട്ടയും ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ? അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മുട്ട ഞാൻ എടുത്ത് ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മുങ്ങാൻ പാകത്തിന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഈ മുട്ട ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേ പ്രോസസ്സ് കുക്കറിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഒരു പാത്രത്തിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്കൊന്ന് മാറ്റാം. അവിടെ നിന്ന് വേവട്ടെ. ആ ഒരു സമയം ഒരു 2 വഴുതനങ്ങ എടുത്ത് ഇതുപോലെ നീളത്തിൽ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഈ വെള്ളത്തിലിട്ടേക്കുന്നത് ഇതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിരുന്നാൽ മതി. ഇനി ഇതങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു സവാള അത്യാവശ്യം വലുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ ഇട്ടേക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ അരച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും വലുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുതിന ഇലയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പുതിന ഇല നേരെ മാറ്റി മല്ലിയില ചേർത്ത് ഇത് ഉണ്ടാക്കാം. പുതിന ഇലയാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ്. എനിക്ക് പുതിനയിലയുടെ ടേസ്റ്റ്, അതായത് ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ പുതിനയില ചേർത്തത്. അപ്പോൾ പുതിനയില ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, മല്ലിയില ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ ദാണ്ട ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ഒന്ന് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ദാണ്ട നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ടായിരുന്നു. അതാണ്ട് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ വഴുതനങ്ങയൊക്കെ നീളത്തിലാണല്ലോ അരിഞ്ഞെടുത്തത്, അതുകൊണ്ട് ഇത് ഞാൻ നീളത്തിലങ്ങ് അരിഞ്ഞെടുത്തതേ ഉള്ളൂ. അപ്പോൾ ദാണ്ട ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുള്ളൂ. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഉണ്ട് ഒരു ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകമൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് വരുമ്പോഴേക്കും ഒന്ന് മൂത്ത് വരുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാൻ അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതൊന്നും വഴറ്റി അതിൻ്റെ പച്ചമണമൊന്നും മാറാതെ ഡയറക്റ്റ് അങ്ങ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ കുറച്ചധികം സമയം ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഒരു പച്ച ചുവ ഉണ്ടാവും കേട്ടോ അതിന്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെയും ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ അതാണ്ട് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇനി അതും ചേർത്ത് ഒന്നും കൂടെ അങ്ങ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെയും നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാലയ്ക്കൊക്കെ എന്തെങ്കിലും പച്ചമണമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അങ്ങ് മാറി കിട്ടും. അപ്പോൾ അത് അവിടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു സ്റ്റേജ് വരെയും ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട കണ്ടോ, ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു പരുവം വരെയാണ് കേട്ടോ ഒന്ന് തിളപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും മസാലയൊക്കെ നല്ല വെന്തിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ഈ ഒരു സമയം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കണേ. അപ്പൊ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട കണ്ടോ, ഞാനെല്ലാം ഒന്ന് വഴറ്റി ഒന്ന് മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ വഴുതനങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഒരു 5-6 മിനിറ്റിലൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട ഞാനൊന്ന് ഓപ്പൺ ആക്കുകയാണ്. കണ്ടോ, വഴുതനങ്ങയൊക്കെ ഏകദേശം വെന്തിട്ടേ ഉള്ളൂ കേട്ടോ. ഒരിത്തിരി കൂടെ വേവാനുണ്ട്.
അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇടയ്ക്ക് ഞാനൊന്ന് ഓപ്പൺ ആക്കിയതാണ് കേട്ടോ. കാര്യം ഈ പാനിൻ്റെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ. നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ദാണ്ടെ ഇപ്പോൾ ഒരു 6, 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെയാണ് കേട്ടോ നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ മുട്ട ചേർക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോവുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവും. പൊടിഞ്ഞു പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്കിലും നമ്മളിങ്ങനെ ഫൈനൽ സ്റ്റേജിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുന്നതുകൊണ്ട് വലുതായിട്ട് പൊടിഞ്ഞൊന്നും പോകാൻ സാധ്യതയില്ല. അപ്പോൾ ദാണ്ടെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കാര്യം ആ മുട്ടയ്ക്കകത്ത് ആ മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി മാത്രം. അപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ചോറ് കഴിക്കാം. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ തന്നെയല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ വഴുതനങ്ങേൻ്റെ കൂടെ മുട്ട ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ്. കണ്ടോ കാണുമ്പോഴേ കഴിക്കാൻ തോന്നില്ലേ? ചിലർക്ക് വഴുതനങ്ങയൊന്നും അത്ര തീരെ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഈ മുട്ടയുടെ കൂടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും അറിയാതെ നമ്മളങ്ങ് കഴിച്ചു കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും പരീക്ഷ നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല നല്ല കമൻസ് ഒക്കെ ചിലർ ഇടാറുണ്ട്. അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.